കാലടിയിൽ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2022 തുടങ്ങിയ ഈ പാലത്തിൻ്റെ പണി ഏതാണ്ട് 2024, അതായത് 2 വർഷം എടുത്ത് 2024 ഇത് ഉദ്ഘാടനം ചെയ്യും. അതായത് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അവസ്ഥയിലാക്കി തരും എന്നായിരുന്നു അന്ന് നമ്മളോട് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഈ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ പാലത്തിൻ്റെ പണി എന്തായി, എവിടം വരെ ആയി എന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ ആളുകൾ, ഇവർക്കൊക്കെ ഒരു ആശങ്കയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എയർപോർട്ടിൽ നമ്മളെ തൊട്ടടുത്ത എയർപോർട്ട് ഉള്ളതുകൊണ്ട് ഈ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യാൻ അവർ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകിച്ച് വിദേശികളായിട്ട് കുറേ ആളുകൾക്ക് അറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ യാത്ര ആയിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്, വിസിറ്റേഴ്സ്. അവർക്കൊക്കെ ഈ പാലത്തിനെ പറ്റി അറിയാം, വിദേശ ആളുകൾക്കും അറിയാം. കാരണം ഇവിടെ ഈ പാലത്തിൻ്റെ അവർ ഗൂഗിളിലൊക്കെ ഒരു സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അത് എന്തായിന്നോ പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് ഇനിയും 2 വർഷം എടുക്കും പാലത്തിൻ്റെ പണി തീരാനായിട്ട്. കാരണം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്രണ്ടിൽ തന്നെ ഈ പാലത്തിൻ്റെ നമ്മുടെ ഈ കാലടി ടൗണിൽ നിന്ന് വരുമ്പോൾ, അതായത് കാലടി ടൗണിൽ നിന്ന് നമുക്ക് പെരുമ്പാവൂർക്ക് പോകുന്ന അവിടേക്ക് ആരംഭിക്കുന്ന അവിടെ ഒരു 2 കാല് കൂടെയും പണിയാനുണ്ട്. 2 കാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 4 വരും. ഈ ലെഫ്റ്റ് സൈഡിൽ 2 റൈറ്റ് സൈഡിൽ 2. ഈ പാലം അവിടെ പണിയാൻ ഒരു തർക്കമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ട സ്ഥലമാണ്. ഇത് കണ്ടോ, റൈറ്റ് സൈഡിലെ ഒരു കാല് വരുന്ന സ്ഥലമാണത്. അവിടെയാണ് ഒരു കാല് വരേണ്ടത്. ഇത് കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു കാല് വരുന്നത്. ഇവിടെ ഒരു കാല് വരണം. ഈ കാല് വരുന്ന സ്ഥലം, റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലം തർക്കത്തിലാണ്. അത് എടശ്ശേരിയുടെ സ്ഥലമാണെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഭാരതജനതാ പാർട്ടിയുടെ ലെഫ്റ്റ് സ്ഥലം, അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലത്ത് ഒരു കാല് വരണം. കണ്ടോ, അതിൻ്റെ നേരെ തന്നെ കാല്. പിന്നെ ആദ്യം കാണുന്ന കാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് ആ സ്പേസ് എന്നോടത്താണ് ഒരു കാല് വരേണ്ടത്. അപ്പോൾ അവിടെ 2 സ്ഥലത്തും ഈ ഇപ്പോൾ കാണിച്ച അതേ കാണുന്ന കാലാണ് ഫസ്റ്റ് കാലം അവിടെ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഈ 4 കാല് നിൽക്കുന്ന സ്ഥലത്ത് റൈറ്റ് സൈഡിൽ, അവിടെ നിന്ന് നമ്മൾ കാലടിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ കാണുന്നത്, ഈ റൈറ്റ് സൈഡ് കാണുന്ന സ്ഥലം തർക്കത്തിലാണ്. ഇതുവരെ പൈസ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ കാല് പണിയാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഇവർക്ക് ഈ പാലം പണിയുന്ന കോൺട്രാക്ടേഴ്സിന് ഇതിൻ്റെ മുകളിൽ കൂടി സാധനം കയറ്റാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുമന്ന് കൊണ്ടുപോയി ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് കയറ്റുകയാണ് ആളുകൾ. അല്ലെങ്കിൽ നമുക്ക് ആ കാല് അവിടെ ഫ്രണ്ടിൽ ഇവർക്ക് പണിയാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടുന്ന് ആ സ്ലോപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ കയറ്റി മുകളിലെത്തിക്കാമായിരുന്നു. ഈ 2 കാല് പണിതായിരുന്നെങ്കിൽ അവിടുന്ന് മുകളിൽ നിന്ന് തന്നെ ഈ സ്ലോപ്പ് ഉണ്ടാക്കില്ല, ഫസ്റ്റ് കാലിന് സ്ലോപ്പ് ഉണ്ടാക്കി മുകളിലേക്കൂടെ കയറ്റാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങൾ കയറ്റുന്നതിൻ്റെ ഈ പണിയിലുണ്ടായ കുറച്ച് താമസം വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് പിന്നെ കൊണ്ടുവരാനും ചെയ്യാനും ആയിട്ടുള്ള താമസം വന്നു. പിന്നെ ഫണ്ടിൻ്റെ കുറച്ച് താമസം വന്നിട്ടുണ്ട്. അതായത് ഫണ്ട് കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് താമസം വന്നു. ഇങ്ങനെയൊക്കെ പല താമസങ്ങൾ വന്നതുകൊണ്ട് എന്തുപറ്റി, ഈ പാലത്തിൻ്റെ സമയം കുറച്ച് പോയി. പിന്നെ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുണ്ട് നമുക്ക് അവിടെ ലാസ്റ്റ് ഇപ്പോൾ 13 കാലാണ് പണിതിരിക്കുന്നത്. മൊത്തം വരുന്നത് ഏതാണ്ട് 21 കാലോളം ഇപ്പോൾ ഇതിനകത്ത് വരും. അതിൽ ഇപ്പോൾ ഈ കാണുന്നത് പഴയ പാലമുണ്ട്. ആ പഴയ പാലത്തിൻ്റെ ആർച്ച് കണ്ടില്ലേ, ഈ ആർച്ച് ശരിക്കും ആർച്ച് ബ്രിഡ്ജാണത്. നമ്മുടെ ഇപ്പോൾ ഈ പണിയുന്നത് സ്ട്രൈറ്റായിട്ട് പോകും. ഈ സ്ട്രൈറ്റായിട്ടാണ് പോലെ ആർച്ചില്ല. ഇപ്പോൾ ഈ ആർച്ച് പഴയ പാലത്തിന് വെച്ചതുകൊണ്ട് അത് നമ്മളിപ്പോൾ ആ പാലത്തിൽ നിൽക്കുമ്പോൾ അതൊരു കുലുങ്ങണ കണ്ടില്ല, അതിൻ്റെ ഷോക്ക് അബ്സിങ്ങാണത്. ഈ ഷോക്ക് അബ്സിങ് വരും. ഇങ്ങനെ ആർച്ച് പാലം പണിയുമ്പോൾ ആ സാധനം വന്ന് മുട്ടിയ സ്ഥലത്ത് ഒരു ഷോക്ക് അബ്സിങ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ പഴയ പാലത്തിൻ്റെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ജോയിൻറ്റ്, അവസാനം ജോയിൻറ്റ്, പാലം തീരാറാകുമ്പോൾ ഒരു ജോയിൻറ്റ്,
ആദ്യം ഒരു ജോയിൻ്റ് ഉണ്ട്. ഈ ജോയിൻ്റ് എത്ര ടാർ ചെയ്ത് ഇനി കോൺക്രീറ്റ് ചെയ്താലും നിൽക്കില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ഈ ചെമ്പിൻ്റെ ഷീറ്റുകൾ ഇട്ടിട്ട് ഒരു മെത്തേഡിൽ കൂടിയാണ് അത് ജോയിൻ്റ് ചെയ്ത് തരുന്നത്. അത് ഈ പാലം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഷോക്ക് അബ്സിങ് ചെയ്യും, ഇങ്ങനെ ഇരുന്ന് പൊങ്ങിയിട്ടുള്ള ഒരു രീതിയിലാണത് ഈ ആർച്ച് പാലം പണിതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം രാത്രി കാലങ്ങളിൽ, പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 12 മണി കഴിഞ്ഞാൽ വണ്ടികളൊന്നുമില്ല. പഴയ കാലത്ത് കുറച്ച് വണ്ടികളല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയുള്ള കുറേ ഈ ധർമ്മക്കാരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ സാധനം കുത്തിപ്പൊളിച്ച് അതിൽ നിന്ന് ചെമ്പും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവർ കിട്ടിയ കാശിന് വിറ്റിട്ട് അത് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ആ ഷീറ്റുകളൊക്കെ പോയി. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റണില്ല. ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് അന്ന് പണിത ആളുകൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ജോയിൻറ്റ് നിൽക്കില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും അത് പൊട്ടിപ്പോവും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ പുതിയ പാലത്തിന് ഇതുപോലെ ഉള്ള ഒരു സിസ്റ്റം അല്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ മുകളിൽ ബീമുണ്ടല്ലോ, ആ ബീമിൻ്റെ മുകളിൽ വെച്ച് വാർത്ത് പോകണം. അത് മാത്രമല്ല ജോയിൻറ്റും കുറവായിരിക്കും. ഈ ജോയിൻ്റ് കുറവാന്ന് പറയുമ്പോൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ കിടക്കുന്ന പറഞ്ഞാൽ ഓരോ ജോയിൻറ്റ് നമ്മൾ വണ്ടി അടിക്കാറില്ലേ, ആ അടി ഇത് ഏതാണ്ട് 120 മീറ്റർ വരുമ്പോൾ ഒരു ജോയിൻറ്റ് വരും. അതായത് 2.5 കാല് വരുമ്പോൾ ഒരു ജോയിൻറ്റ്, അങ്ങനെയാണ് അവർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഏതാണ്ട് ടോട്ടലി 3 ജോയിൻ്റ് ഈ പാലത്തിന് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി പോകുമ്പോൾ ഒരു അടി തന്നെ ഉണ്ടല്ലോ, അതുണ്ടാവില്ല. അത് വളരെ കുറവായിരിക്കും. ഈ പാലത്തിൻ്റെ ഈ താമസം വന്ന ഇത്രയും കാരണങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത് വച്ച് വാർക്കുന്ന അത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ ബീം പടന്നിട്ട് ഇതിൻ്റെ മുകളിൽ വച്ച് വാർക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പുതിയൊരു രീതി അവലംബിക്കാറുണ്ട്. നമ്മൾ ഇതൊക്കെ വച്ചതിന് ശേഷം ഇതുപോലെ ബീം മുകളിൽ പണിതിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇത് വയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇവിടെ വർക്കാവില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും മുകളിലേക്ക് പൊക്കി കൊണ്ടുവരാനുള്ള ഈ പാലത്തിൻ്റെ 2 കാലം അപ്പുറത്ത് അങ്ങേ അറ്റത്തുണ്ടല്ലോ, ഈ പാലം തീരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു 4 കാല് പണിയാനുണ്ട്. അവിടെയും ചെറിയ തർക്കമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ക്രൈൻ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് പറ്റില്ല. അത്രയും വലിയ ക്രൈൻ ഇവിടെ ഇല്ല. ഇവരെ മെത്തേഡിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വലിയ ക്രൈനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വച്ച് വാർക്കാണ്. വച്ച് വാർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പാലത്തിന് വിലക്കുറവൊന്നുമില്ല. വച്ച് വാർക്കുന്ന ചെറിയ നല്ലത്. അപ്പോൾ ആ സിസ്റ്റമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ കാലുകളെല്ലാം വാർത്ത് വരുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഏതാണ്ട് 2026 തീരുമല്ലോ. അപ്പോൾ ഈ ഭരിക്കുന്ന ഗവൺമെൻറ് വിചാരിക്കുകയാണ് ഞങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണിയണം എന്നുള്ള രീതിയിൽ സ്പീഡപ്പ് ചെയ്യാണ്. ചിലപ്പോൾ 2026 ഉദ്ഘാടനം ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മളിതിനെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഇനി പാലത്തിൻ്റെ പണികൾ വർക്കുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 2027 ആവുമെന്ന് തോന്നുന്നു. പിന്നെ ഈ രീതിയിലാണ് ചിലപ്പോൾ നടന്നെന്നും വരാം. ഇനി അവിടെ 2 കാല് വെള്ളത്തിൽ ഭയങ്കര 50 അടി താഴ്ചയിൽ ഇതിൻ്റെ പില്ലറ് താഴത്തേക്ക് കൊണ്ടുപോയി അവിടെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അവിടുന്ന് പൊക്കണം. 50 അടി താഴത്തേക്ക് ആ പാറയിലേക്ക് ഇത് ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത്. 2 കാല് ഇനി പണിയാനുണ്ട് ആ വെള്ളത്തിൽ. അത് ഇച്ചിരി താഴ്ച കൂടുതലാണ്. അത് വലതുവശത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടില്ലേ, ഈ അങ്ങേറ്റത്ത് കാണുന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ 2 കാല് പണിയാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്. ആ ഫൗണ്ടേഷൻ ഇട്ട് വരുമ്പോൾ താമസം വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ താമസം കൊണ്ടാണ് ഈ പാലം നമ്മൾ പറയുന്ന സമയത്ത്, അതായത് 2024 ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ 13 കാല് പണിത് കഴിഞ്ഞു. ഇനി ഏതാണ്ട് 8 കാലും കൂടെയും പണിയണം. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ 2 കാല് പണിയാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 കാലെന്ന് പറയുന്നത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള ഇതിനാണ് ഒരു 2 കാല് വരുന്നത്. ആ സിസ്റ്റം അവിടെ പൊക്കേണ്ടി വരും. ഇവിടെ കണ്ടില്ല ഓരോ കാലുകൾ. ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് കാല് വരുന്നത്. ഇവിടെ നിന്നാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ ബീം പണിയാൻ വേണ്ടിയിട്ട്, ലെഗ് പണിയാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ സ്ഥലമാണ് നേരത്തെ കാണിച്ചത്. അവിടെയാണ് തർക്കം കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് സ്ലോപ്പായിട്ടത് മുകളിലേക്ക് സാധനങ്ങൾ കയറ്റാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ,
ഹൈറ്റിൽ കിടക്കുകയാണ്. അതുകൊണ്ട് മുകളിലേക്ക് ഇവിടെ താഴത്തുനിന്ന് വന്ന് ക്രെയിൻ വഴി ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അതാണ് അതിൻ്റെ തടസ്സങ്ങൾ. അപ്പോൾ ഏതാണ്ട് ഇത്രയൊക്കെ ആയി നിൽക്കുകയാണ്. ഇനി ശരിക്കും 21 കാലാണ് ഇതിന് വേണ്ടത്. 13 കാല് പണിത് കഴിഞ്ഞു, ബാക്കി പണിയണം. അതുപോലെ തന്നെ പഴയ പാലം ഇനിയും ഒരു 25 വർഷത്തോളം ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻജിനീയർമാർ പറയുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ കാലടിക്കൊരു ശാപമോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ബുദ്ധിമുട്ട് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ബ്ലോക്ക്, കാലടി ബ്ലോക്ക് അത്രയും വലിയൊരു പ്രശസ്തിയാണ്. ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ.